ജനിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ജന്മനാ ഒരു അംഗവൈകല്യമുണ്ട് എന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ കണ്ടുപിടിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രിക് സർജനെ കാണുകയും അതിൻ്റെ വിദഗ്ധ ഉപദേശങ്ങൾ തേടുകയും ആ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുമാകുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന അംഗവൈകല്യങ്ങളാണ് ഒരു പീഡിയാട്രിക് സർജൻ മെയിനായിട്ടും ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുകയാണ്. ഒന്ന്, എമർജൻസി സർജറി ആവശ്യമായിട്ടുള്ള അംഗവൈകല്യങ്ങൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജനിക്കുമ്പോൾ മലദ്വാരമില്ലായ്ക വരിക, കുടൽ വിട്ട് കിടക്കുക, പിന്നെ ഡയഫ്രം ഡിഫക്റ്റ് വന്നിട്ട് വയറ്റിൽ കിടക്കുന്ന ആമാശയവും കുടലും നെഞ്ചിനകത്തേക്ക് കയറുക. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസമോ എമർജൻസി സർജറി ആവശ്യമായിട്ട് വരും. ഇതിനെ നമ്മൾ എമർജൻസി ഗ്രൂപ്പ് എന്ന് പറയും. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, അതിനൊരു ഹെർണിയ അല്ലെങ്കിൽ ഒരു മുച്ചിറി അങ്ങനെ വന്നാൽ അത് നമുക്കൊരു പ്ലാൻ ചെയ്ത് ഒരു 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ചെയ്താൽ മതിയാവും. അതിന് നമ്മൾ സെമി എലക്റ്റീവ് എന്ന് പറയും. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പാണ് എലക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വൃഷണം താഴോട്ട് വയറിനകത്ത് ഇറങ്ങാതിരിക്കുക, പൊക്കിളിൽ കൂടി ഒരു ഹെർണിയ വരിക, അങ്ങനെയുള്ള സർജറി നമുക്ക് പ്ലാൻ ചെയ്ത് ഒരു വയസ്സ് വരെ അത് നീട്ടിക്കൊണ്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ ജന്മനാ ഉള്ള അംഗവൈകല്യങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത് മാത്രം ഓപ്പറേറ്റ് ചെയ്താലേ അതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, കുട്ടികളുടെ കാല് ജന്മനാ വളഞ്ഞിരിക്കുന്ന, അതായത് ക്ലബ് ഫുട്ട് എന്ന അസുഖം ജനിക്കുമ്പോൾ തന്നെ വളരെ ഓഫീസാണ്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ചികിത്സ തുടങ്ങാൻ പറഞ്ഞാൽ ഇത്ര ചെറിയ കുട്ടിയുടെ കാലിൽ എങ്ങനെ പ്ലാസ്റ്റർ ഇടും അല്ലെങ്കിൽ എങ്ങനെ കെട്ടിവെക്കും എന്നുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല മാതാപിതാക്കന്മാരും അതിനെ ഗൗനിക്കാതിരിക്കുകയും അത് വളരെ ലേറ്റായിട്ട് കൊണ്ടുവന്ന് ചികിത്സ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് കറക്റ്റ് ചെയ്താൽ ഒരു നോർമൽ കാലായിട്ട് മാറാതിരിക്കുകയും ചെയ്യും. മുച്ചിറി ഒരു 3 മാസം ആകുമ്പോൾ ഓപ്പറേറ്റ് ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്ന അടയാളങ്ങളും വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. 2, വൃഷണം താഴെ സ്കോട്ടത്തിലേക്ക് ഇറങ്ങാതിരിക്കുന്ന അസുഖത്തിന് 1 വയസ്സിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്തില്ല എങ്കിൽ പിന്നീട് അത് ഓപ്പറേറ്റ് ചെയ്ത് താഴെ ഇറക്കി വെച്ചാലും ആ വൃഷണം പ്രവർത്തിക്കുന്നതല്ല.